നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഒക്ടോബർ 28-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സ്വാമി അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ച പിണറായി വിജയനും കൂട്ടർക്കുമെതിരെ BJP കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാടക്കത്ര പഞ്ചായത്ത് പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ 185-ാം ദർശന തിരുനാൾ 10, 11, 12 തീയതികളിൽ ആഘോഷിക്കും. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം 28-ന്. തൃശൂർ മൃഗശാലയുടെ പ്രവർത്തനം നിർത്തലാക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 28-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. ഇതോടെ തൃശൂർ മൃഗശാലയുടെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിക്കും. മാനുകൾ ഒഴികെ സുവോളജിക്കൽ പാർക്കിലെ കൂടുകളിലേക്കുള്ള മുഴുവൻ മൃഗങ്ങളെയും തൃശൂരിൽ നിന്ന് ഉടൻ മാറ്റും. സഫാരി പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായാൽ മാനുകളെയും പുത്തൂരിലെത്തിക്കും. തൃശൂർ മൃഗശാലയിലെ സ്ഥിരം ജീവനക്കാരെ മൃഗശാല വകുപ്പിൽ നിന്ന് ധനകാര്യ വകുപ്പിന്റെ അനുമതിയോടെ സുവോളജിക്കൽ പാർക്കിന്റെ കീഴിലേക്ക് മാറ്റി നിയമിക്കാനും റവന്യൂ മന്ത്രി കെ രാജൻ, വനം മന്ത്രി AK ശശീന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വനം മൃഗശാല വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്ത യോഗം തീരുമാനിച്ചു. സാധാരണ മൃഗശാലകളിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകം ആവാസ വ്യവസ്ഥകൾ ഒരുക്കിയാണ് സുവോളജിക്കൽ പാർക്ക്. ജനുവരിയോടെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് മുൻപ് മൃഗങ്ങൾക്ക് അതത് ആവാസ വ്യവസ്ഥയുമായി പൊരുത്തപ്പെടാനാകും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളും പുത്തൂരിലെത്തുന്ന നടപടികളും ഒക്ടോബറിൽ നടക്കും. തുടർന്നുള്ള നാടുകളിലും സുവോളജിക്കൽ പാർക്കിലേക്ക് പുതിയ മൃഗങ്ങളെയും പക്ഷികളെയും ഉരഗങ്ങളെയും എത്തിക്കും. പാർക്കിലെ വിപുലീകരണവും വികസന പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി തുടരും. ഹോളോഗ്രാം സൂ, പെറ്റിംഗ് സൂ തുടങ്ങിയവയെല്ലാം സഫാരി പാർക്കിനൊപ്പം പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഒരുങ്ങും. 28-ന് നടക്കുന്ന ഔപചാരിക ഉദ്ഘാടനവും അനുബന്ധ പരിപാടികളും ആഘോഷമാക്കാൻ വലിയ ഒരുക്കമാണ് പുത്തൂരിൽ നടക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾക്ക് ഈ മാസം 18-ന് കൊടിയുയരും. 21-ന് പെറ്റിംഗ് സൂവിന്റെ ശിലാസ്ഥാപനം നടക്കും. 25, 26, 27 തീയതികളിൽ കലാസാംസ്കാരിക പരിപാടികൾ നടക്കും. മൃഗസംരക്ഷണ മൃഗശാല വനം വകുപ്പുകളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മിൻഹ ജാലം, മൃഗശാല ഡയറക്ടർ മഞ്ജുള ദേവി, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, വനം വകുപ്പ് മേധാവി ഡോക്ടർ P പുകഴേന്തി, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് G കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തിരുന്നു. ശബരിമല സ്വാമി അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ച അമ്പലം വിഴുങ്ങികളായ പിണറായി വിജയനും കൂട്ടർക്കുമെതിരെ തൃശൂർ കളക്ടറേറ്റിലേക്ക് BJPയുടെ പ്രതിഷേധ മാർച്ച്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. BJP നോർത്ത് മേഖല ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രി നാഴികയ്ക്ക് 40 വട്ടം ആവർത്തിക്കുന്നത് കേരളം നമ്പർ 1 എന്നാണ്. ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ സ്വർണം അടിച്ചുമാറ്റുന്നതിലും നമ്പർ 1 ആണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ശ്രീകോവിലിലെ സ്വർണം ഭരണാധികാരികൾ തന്നെ അടിച്ചുമാറ്റി. പല സ്ഥലങ്ങളിൽ ദ്വാരപാലക ശില്പം കാഴ്ചവസ്തു ആക്കിയതിലൂടെ ശബരിമലയുടെ പരിശുദ്ധിക്ക് കളങ്കമേറ്റു. എന്ത് ചോദിച്ചാലും എനിക്കറിയില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും പറയുന്നത്. ശബരിമലയിൽ നടന്നത് പകൽ കൊള്ള. പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CK പത്മനാഭൻ പറഞ്ഞു, അയ്യപ്പന്റെ സ്വർണം തിരിച്ചു കിട്ടും വരെ BJP സമരപാതയിലായിരിക്കും. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, KP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും നേതൃത്വം നൽകി. ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തരായിട്ടുള്ള നൂറുകണക്കിന് പ്രവർത്തകന്മാരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഈ സമരത്തിന് ആധാരമായ വിഷയത്തെ സംബന്ധിച്ച് ശ്രീമതി നിവേദിത ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ
ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള അത്യന്തം ഭീകരമായിട്ടുള്ള സ്വർണ്ണ കൊള്ളയെക്കുറിച്ചിട്ടുള്ള കഥകൾ ഓരോ ദിവസവും പുതിയ പുതിയ തെളിവുകളുമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർ ഇക്കാര്യത്തിൽ സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ മത്സരാധിഷ്ഠിതമായ പ്രവർത്തനങ്ങളെ ഈ സന്ദർഭത്തിൽ അനുമോദിക്കാൻ വേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. അവർ ചാനൽ ചർച്ചകളിൽ കൂടിയും മറ്റ് അന്വേഷണങ്ങളിൽ കൂടിയും ഓരോ മാധ്യമ പ്രവർത്തകനും നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ സ്തുത്യർഹമായ സേവന പ്രവർത്തനങ്ങളുടെ ഫലമായി ആ അത്യന്തം ഭീകരമായ ആ കൊള്ളയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന കള്ളന്മാരെ, അവരുടെ തനിനിറം, അവർക്ക് കൂട്ടുനിന്ന ആളുകൾ, ഇതിനെക്കുറിച്ചെല്ലാം ഇന്നിപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഓരോ നിമിഷം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മാടക്കത്ര പഞ്ചായത്തിൽ പോഷന്മാർ 2025 ഭാഗമായി പോഷകാഹാര പ്രദർശനത്തിന്റെയും ബോധവൽക്കരണ ക്ലാസിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത് സ്വാഗതം ആശംസിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി, പഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവർ ആശംസകൾ അറിയിച്ചു. ആയുർവേദ ഡോക്ടർ സ്നേഹ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ, അങ്കണവാടി ടീച്ചർമാർ, സോഷ്യൽ വർക്കർമാർ, കുടുംബശ്രീ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പോഷക സമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയ വിജയികൾക്ക് ICDSന്റെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെ സമ്മാനങ്ങൾ നൽകി. ICDS സൂപ്പർവൈസർ നിത്യു ത്യാഗരാജ് നന്ദി അറിയിച്ചു. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവർ ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ 185ാം ദർശന തിരുനാൾ ഒക്ടോബർ 10, 11, 12 തീയതികളിൽ ആഘോഷിക്കുന്നു. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് നിർവഹിക്കും. ദിവ്യബലിക്ക് ശേഷം 185ാം ദർശന തിരുനാളിനോടനുബന്ധിച്ച് നാനാ മതസ്ഥർക്കും 185 പലവ്യഞ്ജന കിറ്റുകളുടെ വിതരണവും എയ്ഡ്സ് ഹോമിലെ രോഗി സന്ദർശനവും ആവശ്യമായ സഹായവും നൽകും. 11-ന് വൈകിട്ട് 4-ന് ഊട്ടുനേർച്ചയുടെ വെഞ്ചരിപ്പും ഇടവക സമൂഹത്തിന്റെ പ്രസുദേത്തി വാഴ്ചയുമുണ്ട്. തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഷിജു ചിരിയങ്കണ്ടത്ത് കാർമ്മികനാകും. ശനിയാഴ്ച വൈകിട്ട് 8-ന് പാർലിക്കാട് കുരിശുപള്ളിയിൽ നിന്നും ഭക്തി നിർഭരമായ കിരീടം എഴുന്നള്ളിപ്പ് രാത്രി 10-ന് ഇടവക ദേവാലയത്തിൽ എത്തിച്ചേരും. 12-ന് രാവിലെ 10:30-നാണ് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന. ഫാദർ പോൾ മുട്ടത്ത് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകും. ഫാദർ അൽജോ കരോക്കാട്ടിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ച് ഭക്തി നിർഭരമായ ജപമാല പ്രദക്ഷിണമുണ്ട്. അതിനുശേഷം KCYM-ന്റെയും സൗഹൃദ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ന്യൂ വോയ്സ് പാല, വോയ്സ് ഓഫ് പാലക്കാടിന്റെയും തിരുമുറ്റമേളമുണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ വർഗീസ് തരകൻ, ജനറൽ കൺവീനർ വില്യം സ്നെയ്യൻ, കൈക്കാരൻ ജോൺസൺ പുത്തൂക്കര, പബ്ലിസിറ്റി കൺവീനർ ഫ്രാൻസിസ് കുരുതുകുളകര എന്നിവർ പങ്കെടുത്തു. സഹകരണം മാധ്യമപ്രവർത്തന ഭാഗത്തുണ്ടായിട്ട് ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. നമ്മുടെ തിരുനാൾ വടക്കാഞ്ചേരി ഫൊറോന പള്ളിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാൾ ഈ വരുന്ന ശനി ഞായർ തിങ്കളായിട്ട് നമ്മൾ പൂർവാധികം ഭംഗിയായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ സമയപ്രദേശങ്ങളെല്ലാ ഈശ്വര വിശ്വാസികൾക്കും പങ്കുചേരാനുള്ള അവസരം ഉണ്ടാക്കുവാനായിട്ട് മാധ്യമപ്രവർത്തകരുടെ സഹായം ഞങ്ങൾ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൈബ്രറി സയൻസ് ബിരുദധാരികൾക്ക് കേരള സാഹിത്യ അക്കാദമി ലൈബ്രറിയിൽ 1 വർഷത്തെ പരിശീലനം നൽകുന്നു. അപേക്ഷകർ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച ലൈബ്രറി സയൻസ് ബിരുദം നേടിയവരും 30 വയസ്സിൽ താഴെയുള്ളവരുമായിരിക്കണം. മലയാളം അറിയാത്തവരെ പരിഗണിക്കുന്നില്ല. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യമാണ്. മറ്റു സ്ഥാപനങ്ങളിൽ പരിശീലനം ലഭിച്ചവർ അപേക്ഷിക്കേണ്ടതില്ല. പരിശീലന കാലഘട്ടത്തിൽ 8,500 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. 4 പേർക്ക് അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487 2333 967. തൃശൂർ വില്ലടത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം നടത്തുന്ന ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, അച്ചാർ, മസാലപ്പൊടി, ബേക്കറി ഉൽപ്പന്ന നിർമ്മാണം എന്നീ കോഴ്സുകളിലേക്ക് സൗജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫിയിൽ 31 ദിവസവും അച്ചാർ, മസാലപ്പൊടി, ബേക്കറി ഉൽപ്പന്ന നിർമ്മാണത്തിന് 21 ദിവസവും പരിശീലനം നൽകും. 18 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പരിശീലനം. ചേരുന്നവർക്ക് ഭക്ഷണം, താമസം ഉൾപ്പെടെ സൗജന്യമായിരിക്കും. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും സംരംഭങ്ങൾക്കുള്ള സഹായവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക്
0487269442 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വാതിലടയ്ക്കാതെ സർവീസ് നടത്തിയ KSRTC ബസിന് പിഴ ചുമത്തി തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം. തൃശൂർ പൊള്ളാച്ചി റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസിനാണ് കഴിഞ്ഞ ദിവസം പിഴ ചുമത്തിയത്. ബസിന്റെ വാതിൽ തുറന്നുവച്ച് സർവീസ് നടത്തിവരുന്നത് ശ്രദ്ധയിൽപ്പെട്ട തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവും സംഘവും വാഹനം പിടികൂടി 2000 രൂപ പിഴ ഈടാക്കി. കഴിഞ്ഞ ദിവസം തൃശൂർ നഗരത്തിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും അവരിൽ നിന്നും പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. തൃശൂർ എക്സൈസ് വിമുക്തി മിഷൻ നേർക്കൂട്ടം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ വിമല കോളേജിൽ സംഘടിപ്പിച്ച ജില്ലാതല ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് മത്സരത്തിൽ ഒല്ലൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് 1ാം സ്ഥാനം. 2ഉം 3ഉം സ്ഥാനങ്ങൾ യഥാക്രമം ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ്, തൃശൂർ വിമല കോളേജ് എന്നീ കോളേജുകൾക്ക് ലഭിച്ചു. 1, 2, 3 സ്ഥാനക്കാർക്ക് 5000, 3000, 2000 എന്നിങ്ങനെ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ഫലകവും പുരസ്കാരം നൽകി.
അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ AR നിഗീഷ് മത്സരം ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V സുഭാഷ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിമല കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് അധ്യക്ഷയായി. തൃശൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S പ്രമോദ് പദ്ധതി വിശദീകരണം നടത്തി. തിയേറ്റർ ആർട്ടിസ്റ്റും ജോൺ മത്തായി സെന്റർ ഡയറക്ടറുമായ ഡോക്ടർ ശ്രീജിത്ത് രമണനാണ് വിധി നിർണയവും പ്രഖ്യാപനവും നടത്തിയത്. വിമല കോളേജ് നേർക്കൂട്ടം കോർഡിനേറ്ററും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ K ബിനു, വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ P രാമചന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 20ഓളം കോളേജുകൾ പങ്കെടുത്തു. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലെ മണ്ണുത്തി ക്യാമ്പസിൽ ഡയറക്ടറേറ്റ് ഓഫ് എന്റർപ്രണർഷിപ്പ്, ഡയറക്ടറേറ്റ് ഓഫ് സ്റ്റുഡന്റ് വെൽഫെയർ വിഭാഗങ്ങൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കായി മാനസികാവബോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. തൃശൂർ ജൂബിലി മിഷൻ കോളേജ് ആൻഡ് റിസർച്ച് സെന്ററിലെ സൈക്യാട്രി വിഭാഗം മേധാവി ഡോക്ടർ ഡേവ് അഗസ്റ്റിൻ അക്കര സെഷൻ നയിച്ചു. അക്കാദമിക് സാഹചര്യങ്ങളിൽ മാനസിക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റിയുടെ വിവിധ ക്യാമ്പസുകളിൽ മാനസിക അവബോധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. തൃശൂർ ജില്ലയിൽ സ്ഥിരതാമസക്കാരായ 18നും 50നും ഇടയിൽ പ്രായമുള്ള അധ്യാപക യോഗ്യതയുള്ള ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കാണ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ലൈവ്. ഉദ്യോഗാർത്ഥികൾ മേൽവിലാസം, ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, ഭിന്നശേഷി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഒക്ടോബർ 14-ന് തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിലോ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിലോ പ്രവൃത്തി സമയങ്ങളിൽ ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 0487233116. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം, ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം, പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി, എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ പോകും. അയ്യോ ചേട്ടൻ, വാർത്തകൾ തുടരുന്നു. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ കേസിലെ പ്രതി റിമാൻഡിൽ. ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാം സ്വദേശി കണ്ടംകുളത്തി വീട്ടിൽ അലൻ കെ ലാൽസനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ SHO ജിനേഷ് KJ, SI കൃഷ്ണപ്രസാദ് MR, GSI സ്വപ്ന NC, GSCPOമാരായ രഞ്ജിത്ത്, കൃഷ്ണദാസ്, ദേവേഷ്, ഡ്രൈവർ CPO അഖിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ.
17 വയസ്സുള്ള ആൺകുട്ടിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വധശ്രമം ഉൾപ്പെടെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി ഗോകുൽ ചാമി റിമാൻഡിൽ. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO ആദം ഖാൻ, SI-മാരായ പ്രദീപ് N, ലാലു AV, ജയചന്ദ്രൻ, ASI-മാരായ ജോബി, ഹരിലാൽ എന്നിവരാണ് കേസ് അന്വേഷണം നടത്തിയത്. ബാറിൽ വെച്ച് യുവാവിനെ ബീർ കുപ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി വിഷ്ണുലാൽ റിമാൻഡിൽ. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ SHO കൃഷ്ണൻ K, SI ശ്രീനിവാസൻ, GSI സതീഷ്, CPO അഭിലാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. 2 കുപ്രസിദ്ധ ഗുണ്ടകളെ ബേജാർ നജീബിലിനെ കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് ജയിലിലാക്കി. ആന സജിയെ കാപ്പ ചുമത്തി നാടുകടത്തി. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജിമോൻ B, സബ് ഇൻസ്പെക്ടർ സുമേഷ്, സിവിൽ പോലീസ് ഓഫീസർ ജിബിൻ എന്നിവരാണ് ഇതിൽ പ്രധാന പങ്കുവഹിച്ചത്. 130 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തി മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചു. 191 ഗുണ്ടകളെ കാപ്പ ചുമത്തി. നടുറോഡിൽ വാളുമായി യുവാവിനെ ആക്രമിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച 46 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ട ഹരീഷിനെയും കൂട്ടാളി ജിത്തുവിനെയും സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ട് തൃശൂർ റൂറലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉണർവ് 2025 പ്രോജക്ടിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർക്കുള്ള IMG റിഫ്രഷർ ട്രെയിനിംഗ് പരിശീലന പരിപാടി സമാപിച്ചു. തൃശൂർ റൂറൽ ജില്ലയിലെ 42 സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ, 84 കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ, അസിസ്റ്റന്റ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ എന്നിവരാണ് പങ്കെടുത്തത്. ജില്ലയിലെ 42 സ്കൂളുകളിലെ 3500ഓളം വിദ്യാർത്ഥികളെ അച്ചടക്കബോധവും പൗരബോധവും ഉള്ളവരായി വാർത്തെടുക്കാൻ നേതൃത്വം നൽകുന്ന അധ്യാപകരാണ് പരിശീലനം നേടിയത്. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ SPC അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ ബിജു OHS പങ്കെടുത്തു. SPC ഓഫീസ് സ്റ്റാഫ് പ്രദോഷ് TC നന്ദി അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ, സൂരജ്, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, പോലീസ് ഉദ്യോഗസ്ഥർ സുഹൃത്തുക്കളെ, വളരെ സന്തോഷം. ഞാൻ മിക്കവാറും എല്ലാ കുട്ടികളുടെ പരിപാടികളിലും വരാറുണ്ട്. പോലീസിന്റെ പരിപാടികളിലും പ്രത്യേകിച്ച് പങ്കെടുക്കാറുണ്ട്. ഇവിടെ SP വരാത്തതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ പരിപാടിയിൽ നിന്ന് മാറ്റം വന്ന ഞാൻ ഉദ്ഘാടകയാവേണ്ടി വന്നത്. എന്തായാലും വളരെ സന്തോഷം. കൊടകര ഗ്രാമപഞ്ചായത്ത് സ്റ്റുഡന്റ് പോലീസ് മേഖലയിൽ ഫണ്ടുകൾ നിരന്തരമായി കഴിഞ്ഞ 15 വർഷമായിട്ട് നിരന്തരമായി ഫണ്ടുകൾ മാറ്റിവെക്കുകയും കുട്ടികൾക്ക് അനുകൂലമായ സ്ഥിതി നടപടിയെടുക്കുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ പ്രത്യേക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഒക്ടോബർ 28-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. സ്വാമി അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ച പിണറായി വിജയനും കൂട്ടർക്കുമെതിരെ BJP കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാടക്കത്ര പഞ്ചായത്ത് പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും പ്രസിഡന്റ് ഇന്ദിര മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ 185-ാം ദർശന തിരുനാൾ 10, 11, 12 തീയതികളിൽ ആഘോഷിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.